ലൈഫിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കാത്ത ആരാളല്ലേ? അങ്ങനെ കൃത്യസമയത്ത് രാവിലെ എഴുന്നേൽക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. ഞാൻ എൻ്റെ വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് 4 വർഷം കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ സമയത്താണ് ഞാൻ എഴുന്നേൽക്കാറ്. വല്ല പരിഭ്രമവും പിണക്കമൊന്നും ഇല്ലാത്തൊരു ഫാമിലി എത്തിയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും നാൾ. അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാ ജോലിയും അമ്മ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ടുള്ള സങ്കടം കൊണ്ടും പിന്നെ എനിക്ക് കൂടുതൽ ഫ്രീഡം തന്നതുകൊണ്ടുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ടൊക്കെ ഞാൻ നേരത്തെ എഴുന്നേൽക്കാൻ തീരുമാനിച്ചു. നല്ലതല്ലേ മാറ്റം അല്ലേ? തലേ ദിവസം തന്നെ പണിയൊക്കെ ഒരുങ്ങാൻ വേണ്ടി പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ലൈറ്റും ഓഫ് ചെയ്ത് കിടന്നുറങ്ങി. പിന്നെ ഇതാ രാവിലെ ഇപ്പം 4 മണി എന്നൊക്കെ പറയുന്നത് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വിളക്കെത്തിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ രാവിലെ തന്നെ ജോലി കഴിയുക. ഇപ്പോൾ അതുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു കേട്ടോ. ഉറക്കം എണീക്കാൻ തീരെ ഇഷ്ടമില്ലാത്തൊരു ഞാൻ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയേ എന്തൊരു ഉന്മേഷമാണെന്നറിയോ. രാവിലെ എണീച്ച് കുളിച്ച് വിളക്കെത്തിച്ച് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ റെസ്റ്റ് എടുക്കുക, നമ്മുടെ എല്ലാ ജോലിയും അങ്ങ് കഴിയുക. അങ്ങനെ അരിയെല്ലാം കഴുകിയിട്ടതിന് ശേഷം ഇതാ മീൻ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ കറിയും പെട്ടെന്ന് ഉണ്ടാക്കണേ. ഹലോ ഹായ് നമസ്കാരം, പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും താങ്ക് യു. പിന്നെ നമ്മൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് ആണെങ്കിൽ മീൻ കറിക്ക് ഇതുപോലെ നമ്മുടെ എന്താ പറയുക, ഉള്ളി അധികം യൂസ് ചെയ്യില്ല. തക്കാളിയും അതുപോലെ മുരിങ്ങ കായൊക്കെയാണ് ഇടാറ് കേട്ടോ. പിന്നെ നമ്മൾ ഈ മുളകൊക്കെ മല്ലിയൊക്കെ നന്നായിട്ട് വറുത്തൊക്കെയാണ് തട്ടാറ്. അങ്ങനെ അരപ്പും കാര്യങ്ങളൊക്കെ ആക്കി നമ്മളിത് കറിയിലേക്ക് ഒഴിച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പതുക്കെയാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാറ്. കാരണം അമ്മയും അച്ഛനൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നതുകൊണ്ട് അരുണേട്ടനും എഴുന്നേറ്റിരിക്കും കേട്ടോ എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാനും അരുണേട്ടനും ആ സമയത്ത് നമ്മൾ രണ്ടുപേരും മാത്രമാണ് ചായ വെച്ച് കുടിക്കാറ്. അച്ഛനും അമ്മയ്ക്കും രാവിലെ വരെ നമ്മൾ ചായപ്പൊടി ഇട്ട് കുറേ നേരം വെക്കുന്നത് കൊണ്ട് രാവിലെ അമ്മ എണീച്ചിട്ടാണ് അവർക്ക് ചായ വെക്കാറ്. അങ്ങനെയാണ് ഒരുപാട് നേരം ആ ചായ വെക്കേണ്ട നേരത്തെ നമ്മൾ അപ്പം ചായ ഉണ്ടാക്കാറ് പതിവ് കേട്ടോ. അങ്ങനെ വറവിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. സമയം ഇത് 5 മണി ഏകദേശം ആവാറായി. അപ്പോഴും എന്തേ തലവേദന ഉറക്കം വരണില്ലാന്ന് പറഞ്ഞു. പോ ആയി ഗൈസ് എന്നെ കിച്ചണിന്ന് പുറത്ത് ഇറക്കി. അമ്മ കിച്ചണിലേക്ക് വന്നതും മൊത്തത്തിൽ പണിപാളി. പിന്നെയുള്ള ജോലികളൊക്കെ അമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞ് എന്നെ റൂമിലേക്ക് വിട്ടു കേട്ടോ. അച്ഛന് തലവേദന ആയതുകൊണ്ട് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് സമയം ഉറങ്ങി എഴുന്നേറ്റ് നേരം നമ്മൾ ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് 2 മണി അങ്ങനെയൊക്കെ ആയ സമയത്ത് അച്ഛന് നമ്മൾ പെൻഷൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് നമ്മൾ ചേച്ചീൻ്റെ അടുത്ത് കുറേ നാളായി പോയിട്ട് ഞങ്ങൾ ചേച്ചീൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ചേച്ചീൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നടക്കുവാണ് കേട്ടോ. കുറച്ച് ദൂരം ഇവിടെ നിന്നുള്ളൂ, പക്ഷെ നമ്മളങ്ങനെ നടക്കാറൊന്നുമില്ല. നടന്നു കഴിഞ്ഞാൽ പിന്നെ തടിയൊക്കെ കുറയുന്നുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ബസ്സിലായിരുന്നു പോയത്. പിന്നെ എനിക്ക് ഫ്രീ ആയതുകൊണ്ട് കുഴപ്പമില്ല. അരുണേട്ടനും ഞാനും മോള് ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നടക്കേണ്ട ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ എത്തി ചേച്ചീൻ്റെ അടുത്ത് കുറേ സമയം സംസാരിച്ചിരുന്നു. മോൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ചേച്ചീന് നല്ല കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ ചായയോ ഓക്കെ. ഇപ്പോൾ ചായക്ക് പകരം കട്ടൻ കാപ്പിയാണ്, നല്ല ടേസ്റ്റ് കേട്ടോ, മധുരമൊക്കെ കുറഞ്ഞ് നല്ലത്. പിന്നെ ചേച്ചീൻ്റെ അടുത്ത് കുറേ സമയം കത്തിയടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം അവിടെ എൻ്റർടൈമായിട്ട് നിന്ന് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ചേച്ചീൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടെ എൻ്റർടൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങളൊന്നും അമ്മയ്ക്കും അച്ഛനൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. സമയത്തിന് എപ്പോഴെങ്കിലും എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരാണ്. മെയിൻ കാരണം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് കൂടിയാണ് കേട്ടോ. കാരണം അവർക്കറിയാം ഞാൻ ഉറക്കമൊക്കെ ഒഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ തിരിച്ചെത്തിയപ്പോൾ ഇത് നല്ല മഴ കേട്ടോ, ഭയങ്കര മഴയായിരുന്നു, നല്ല കാറ്റും മഴയൊക്കെയാണ്. പിന്നെ മഴ വന്നപ്പോൾ വേഗം വീട്ടിൽ അമ്മേനെയും അയച്ചീനെയും ഒക്കെ വിളിച്ച് സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അവർ കണ്ണൂരാണ്, അത് സേഫായിട്ട് തന്നെ ഉള്ളതെന്ന് അറിയാം, എങ്കിലും അവരൊക്കെ നോക്കിയും കാര്യം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശിലമോൾക്ക് നമ്മൾ വരുമ്പോൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ശിലമോൾ ബിരിയാണി കഴിച്ചു. ഇത്രയും പ്ലേറ്റിൽ ബിരിയാണി കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, ഇതൊക്കെ അവൾ കഴിക്കുന്നു, ഒന്നും അവൾ കഴിക്കില്ല, അതൊക്കെ ഞാൻ തന്നെയാണ് കഴിക്കുക കേട്ടോ. എൻ്റെ പേര് ഷിൽജ വിശ്വനാഥൻ. ഞാൻ ചാനൽ തുടങ്ങി ഒരുപാട് നാളായി. എന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.
അത് കഴിഞ്ഞ് നമ്മുടെ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് AI കൊണ്ട് നമ്മളിത് വീഡിയോസൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യും, അതുപോലെ ആക്കുകയൊക്കെ ചെയ്യട്ടെ. ചിരിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ കോമഡി ആയിരുന്നു. നമ്മൾ പറയുന്ന ഡയലോഗ്സൊക്കെ എങ്ങനെയൊക്കെയോ എവിടേക്കോ ആരൊക്കെയോ പറയണ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ലെവലായിട്ട് ശരിക്കുള്ള ഡയലോഗ് എത്താൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം അച്ഛൻ്റെ അമ്മേൻ്റെ ഡയലോഗ് കേട്ടപ്പോൾ ചിരിച്ച് വീണു. അപ്പോൾ എന്റെ മരുമോളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മരുമകളല്ല, എന്റെ മകള് തന്നെയാണ്. അച്ഛനമ്മ AIയിലൂടെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് കേട്ട് ചിരിച്ച് ചത്തു കേട്ടോ. നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.